ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു നിനോസ് വ്ലോഗ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ടൂറ് പോവുകയാണ്. ഫാമിലി ഗെറ്റ് ടുഗദറായിട്ടുള്ളൊരു ട്രിപ്പാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ ഉമ്മച്ചീൻ്റെ ഫാമിലിയിലെ എല്ലാവരും കൂടിയാണ് പോകുന്നത് കേട്ടോ. അവിടെ നിന്നാണ് എല്ലാവരും ബസ്സിൽ കയറുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മളെ മാമൻ്റെ വീട്ടിലാണ് എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ഉമ്മച്ചി ഞങ്ങളുടെ വീടാണിത്. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും അമ്പലവയലിൽ നിന്ന്, കൂളിവയലിൽ നിന്ന്, ബത്തേരിയിൽ നിന്ന്, കൽപ്പറ്റയിൽ നിന്നൊക്കെ എല്ലാ ടീമുകളും എത്തി. ഓരോരുത്തരുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് ഇനി ബസ്സിലേക്ക് കയറാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വഴി നീളെ കാണാം. ഞങ്ങളെ ബസ് എല്ലാവരും ബസ് കയറാനുള്ള പുറപ്പാട് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. കുട്ടികളെല്ലാം എല്ലാവരും ട്രെയിനിലാണ്. അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാണ്. കൂടുതൽ എഫേർട്ട് എടുത്തത് എന്നാണോ പറയുന്നത് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ നല്ല ത്രില്ലിലാണ്, നല്ല ഡാൻസാണ്, പാട്ടൊക്കെ ഉണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് പാട്ടൊക്കെ മ്യൂച്ചാക്കി ഇരിക്കുകയാണ്. നല്ല പാട്ട് വെച്ച് അടിച്ച് പൊളിച്ചുള്ള യാത്രയാണ്. ഒന്നാമത് കുടുംബങ്ങളെല്ലാം ഒത്തുകൂടുമ്പോൾ തന്നെ നല്ല ഒരു എന്താ പറയുക, ഈ പ്രാവശ്യം നോമ്പിന് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കൂടിയിട്ടുള്ള ഒരു പരിപാടി നോമ്പുറൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം എല്ലാവരും ഒന്നിച്ചൊരു യാത്ര. എന്തായാലും എല്ലാവരും കൂടിയപ്പം നല്ല അടുത്തത് ഓരോരുത്തരുടെ കഴിവ് തെളിയിക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മുടെ ഉമ്മച്ചീൻ്റെ ഒരു പാട്ടാണ്. അതിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ ഒന്നിച്ച് പോവാന്നുള്ളത്. കണ്ടിട്ട് കാര്യമില്ല. ബാബാന്റെ തനിയൻ കൊടുക്കത്തെ ചൊറയ ഇവിടപ്പ കണ്ടപ്പോ ഗുലുമലാണ്. നേരമ്പ് കണ്ട് പൊട്ടിക്കുട്ടിക്കൂട് ഉപ്പാപ്പ കണ്ടപ്പോ മയ്യത്താണ്. അവന്റെ ഉമ്മ അത് കിട്ട പതിയെ ഹൈറായി കുളിരായി സന്തോഷായി. ഈ ഒരു യാത്രക്ക് നമ്മളെ അളിയന്മാരൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ. നല്ല ഹാപ്പിയാണ് എല്ലാവരും. നമ്മുടെ മുല്ലാത്ത പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യാന്യം പോരാടി നിൽക്കേണ്ട. സഫീറമ്മായി നജ്മമ്മായി ഫുൾ എനർജറ്റിക് ആണ്. ഈ ഒരു യാത്രയിലൂടെ കലാകാരന്മാരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എല്ലാവരും നല്ല സൂപ്പറായി പാടുന്നുണ്ട്.
അതൊഴുകും സുൽത്താനെ ഒരു കണിയായിട്ടുണ്ട് ഒരു കണിമോളെ. ഇത് ഞങ്ങളുടെ അമ്മച്ചിൻ്റെ ചെറിയ ബ്രദറാണ്. എല്ലാവർക്കും ഓറഞ്ച് വിതരണം ചെയ്യുക കേട്ടോ. ഇത് അമ്മച്ചീൻ്റെ കുഞ്ഞനിയത്തിയാണ് കേട്ടോ. നമ്മൾ പോയത് കോഴിക്കോട് തിക്കോടിയിലെ ഒരു അകലപ്പുഴ പറയുന്ന ബോട്ട് സർവീസുള്ള സ്ഥലത്തേക്കാട്ടോ. വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല, എല്ലാവർക്കും ഒരു ബോട്ടിലൊരു എൻജോയ് യാത്ര. എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഓരോരുത്തരായി കേട്ടോ ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ്. എക്സാമിൻ്റെ പെരുന്നാളിൻ്റെ ഒക്കെ ക്ഷീണം കഴിഞ്ഞ് അടിച്ചു പൊളിക്കുകയാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഹൗസ് ബോട്ടിൽ കയറിയിരിക്കുകയാണ്. നല്ല സെറ്റപ്പാണ്. AC ഉണ്ട്, ബെഡ് ഉണ്ട്, തന്നെ പുറക്കാൻ ബ്ലാങ്കറ്റ് ഉണ്ട്, ഒക്കെ സെറ്റപ്പാണ് ഗൈസ്. ഉമ്മച്ചി അടുത്തിരിക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ ഊട്ടിക്കിന്റെ ഉടമ ഷാനുണ്ട്, ബിബുണ്ട്, ബീജുണ്ട്. അമ്മച്ചി ഇതാണ് ഗൈസ് ഞങ്ങളെ സുന്ദരി മോള്. ടൂർ സംഘടിപ്പിച്ച് മുന്നിൽ നിന്ന ഷെയറുമാണിത്. എല്ലാവർക്കും നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പം ഇതാണ് നമ്മളെ പൂക്കാക്ക. ഇത് ഷാജി, ഇത് പാത്തു, ഇത് ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മച്ചീൻ്റെ ഒരു ഹാപ്പിയും കൂടെയാണ് ഞങ്ങളെ ഈ വരവ്. ഇതാണ് ഒരു പറഞ്ഞാൽ കേൾക്കാത്ത അനൂസ്. ഇത് ഞങ്ങളെ സുന്ദരി മോൾ ഇൻഷി. അതാണ് എൻ്റെ ലത്തീക. ഞങ്ങളെ ബോട്ടൊക്കെ നീങ്ങി തുടങ്ങി. നമുക്ക് ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ആയിരുന്നു കേട്ടോ ബോട്ട് യാത്ര. അപ്പോൾ അതിൽ കയറിയപ്പോഴേ എല്ലാവരും ഫുഡ് സെറ്റാക്കാൻ പറഞ്ഞിരുന്നു. ഫുഡൊക്കെ അതിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കയറി കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. ആർക്കെങ്കിലും ഫാമിലിയൊക്കെ ആയിട്ട് പോകാനിങ്ങനെ ഒരടുത്ത ഒരു
സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കുറച്ച് പ്രായമുള്ളവരെയും വയ്യാത്തവരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അത്. നമുക്ക് ഉച്ചഭക്ഷണമോ ഇനി വൈകുന്നേരത്തെ പലഹാരങ്ങളോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഏൽപ്പിച്ചാൽ മതി കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ ബിരിയാണി, പിന്നെ വലിയ മുതിർന്നവർക്കൊക്കെ സാധാ ചോറ്, കരിമീൻ, അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എത്രാമത്തെ ക്ലാസ്? പിന്നെ കുട്ടികളെയൊക്കെ കലാപരിപാടികളായിരുന്നു കേട്ടോ. കസേരകളി, പാട്ട്, ഡാൻസ്, ഒപ്പന എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇതാട്ടോ കസേരകളിക്ക് നമ്മളെ ആമിയാണ് കേട്ടോ ഫസ്റ്റ് വാങ്ങിയത്. ഇടുക്കിയാണത്. വലിയ പിള്ളേരത് കേട്ടോ. ഇനൂട്ടി, ദിലു, ലോലുത്ത്, പാത്തു, ഷെറു, അനൂസ്, മോൾട്ടി, അങ്ങനെ തുടങ്ങി. നെക്സ്റ്റ് നമ്മളെ ബോയ്സിൻ്റെ പരിപാടിയാണ് കേട്ടോ. അച്ചു, മനു, സോനിട്ടൻ, അപ്പൂസ്, എല്ലാവരും അടിപൊളി. ബിജു, എല്ലാവരും കേട്ടോ. ഷൗഫി കൈനെയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. എല്ലാവരും കളിച്ച് തളർന്ന അവസ്ഥയിലാണ് കേട്ടോ ഗൈസ്. ഷാജി ലത്തിയാൻ്റെ പെങ്ങളാണ് ഇത്. ഐഷമ്മായി, നജ്മമ്മായി, എല്ലാവരും ഉണ്ട്. ഞങ്ങളെ വിമൻസിൻ്റെ കസേര കളിയാണ് കേട്ടോ ഗൈസ്. ഇതിൽ സമ്മാനം നമ്മളെ നജ്മമ്മായി ഉണ്ട് കേട്ടോ. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് സൗദമ്മായി ഒക്കെ ടെല്ലൂർ അടിച്ചെടുത്ത്. അമ്മച്ചിൻ്റെ വീട്ടിൽ 6 മക്കളാണ്. അമ്മച്ചിയാണ് മൂത്തത് കേട്ടോ. പിന്നെ അനിയത്തി അമ്പലവയലിന്, സിമിച്ച, അളിയന്, ഇളയത് നസ്രി, ഷഫലിയന്, പിന്നെ 3 ബ്രദേഴ്സ് കേട്ടോ. കുറച്ച് ആൾക്കാരെങ്കിലും മിസ്സിങ് ആണ്. മോന് സനക്കുട്ടൻ ഇതിലില്ല, സൂനമോളില്ല, ചിക്കുമില്ല, ഇമ്രുമില്ല. പിന്നെ കുറേ ആൾ ഗൾഫിലുണ്ട് കേട്ടോ. അവർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. എന്നാലും ഉള്ളവരെല്ലാവരും കൂടെ നല്ല ഇതമ്മച്ചിൻ്റെ അനിയത്തി സീനിച്ചാണ് കേട്ടോ. അമ്പലവയൽ ഷാനിയും സൗദമ്മായൊക്കെ എൻ്റെ അടുത്ത് നിന്ന് എടുത്ത് ചുരിദാറാണ് ഇട്ടിട്ട്.
നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും. അപ്പം ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഔട്ടായപ്പോൾ ഗൈസ് എൻ്റെ ഹസ്ബൻഡിനെ വളരെ സന്തോഷമായി കേട്ടോ. എന്തെന്നില്ലാത്തൊരു സന്തോഷം. അടുത്തത് മുതിർന്നവർക്കും പിന്നെ കപ്പിൾസിനൊക്കെ ഉള്ള ഓരോ മൊമെൻറ്റോ കൊടുക്കുകയാണ് കേട്ടോ, ഒരു സന്തോഷത്തിനായിട്ട്. ഇതിലേറ്റവും മുതിർന്ന നമ്മളെ ഉമ്മച്ചിയാണ്. അപ്പോൾ ഉമ്മച്ചിക്ക് കൊടുക്കുന്നത് റസാക്കളിയനാണ് കേട്ടോ. ഉമ്മച്ചിൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഉമ്മച്ചി ഉപഹാരം സ്വീകരിക്കുന്നതാണ് കാണുന്നത്. അടുത്തത് ഉമ്മച്ചീൻ്റെ ആങ്ങളെയാണ്, മമ്മൂട്ടിക്ക, സൗദമ്മായി. അവർക്ക് കൊടുക്കുന്നത് ലത്തീഫയാണ് കേട്ടോ. പിന്നെ ഷർഫുട്ടിക്കയിലാണ് നമ്മളെ ഷർഫുട്ടിക്ക, ഉമ്മച്ചീൻ്റെ ബ്രദറാണ്, നജുമ്മയുടെ ഹസ്ബൻഡ്. അപ്പോൾ അവർക്ക് ഷൗഫിയാണ് കൊടുക്കുന്നത്. ലത്തിയാൻ്റെ അനിയത്തിയാണ് ഷൗഫി. പിന്നെ ഇത് കൈന, ഉമ്മച്ചീൻ്റെ ചെറിയ ബ്രദറ്, വൈഫ് ആയിഷമ്മായി. നസരിയാണ് കൊടുക്കുന്നത് കേട്ടോ, ചെറിയ അനിയത്തിയാണ്, ഉമ്മച്ചീൻ്റെ ചെറിയ അനിയത്തിയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ നല്ല രസകരമായൊരു മുഹൂർത്തങ്ങളായിരുന്നു കേട്ടോ. ഹാപ്പി ആയിട്ട് എന്താ പറയുക, അപൂർവമായി ഉണ്ടാകുന്നൊരവസരമാണല്ലോ. ഇത് ഇൻഷിയാണ്, നസറിൻ്റെ മോളാണ്. അവളെ കയ്യിൽ നിന്ന് സീൻസ് അളിയാനും അമ്പല. ഇത് ഉമ്മച്ചിൻ്റെ ചെറിയ അനിയത്തി നസ്രി, അവളെ ഹസ്ബൻഡ് അഷറഫലിയാനുമാണ്. ഉമ്മച്ചിയാണ് കേട്ടോ സമ്മാനം കൊടുക്കുന്നത്. ലത്തീകാകുള്ള ഉപഹാരമാണ് കേട്ടോ. അപ്പം ഞാനും ലത്തിയും കൂടെ സ്വീകരിക്കാൻ ന്യൂസാണേ തരുന്നത്. ഈ ലത്തിയാൻ്റെ അനിയത്തി ഷാജി, അവളെ ഹസ്ബൻഡ് അമീദലിയാണ് കേട്ടോ. ഒരു ഈങ്ങാപ്പുഴയാണേ. അവർ സ്വീകരിക്കുന്ന ഷെയറുവിൻ്റെ അടുത്തു നിന്നാണ് കേട്ടോ. ഈ ഷെയറു എന്ന് പറയുന്നത് ഉമ്മച്ചീൻ്റെ ആങ്ങളെൻ്റെ മോളാട്ടോ, അഷറഫിക്കാൻ്റെ. നമ്മളെ ലത്തിയാൻ്റെ ചെറിയ അനിയനാണ്, അനിയനും വൈഫുമാണ്, ഷെമിയും ഷാനിയും. അപ്പോൾ അവനാണ് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഉഷാറാക്കിയത്. സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ട് കിട്ടിയ ചാൻസ് എല്ലാവരും മുതലാക്കിയിട്ടുണ്ട്. എല്ലാവരും നല്ല ഉഷാറായിരുന്നു. പാപ്പീൻ്റെ ഐഷു, നോഫ, അനൂസ്, മോൾട്ടി, ദീജു, പിന്നെ ആരാ, ദിലു, നീനു, സിത്തു, അനൂസ്, അന്നു, എല്ലാവരും അടിപൊളിയാക്കി. ഇതൊക്കെ ഞങ്ങളെ ചിൽഡ്രൻസ് ആട്ടോ. പിന്നെ എല്ലാവരും കൂടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയി. ഇതാ പച്ചു, മാസി, മോൻകുട്ടൻ, ഇജു എല്ലാവരും തിമിർക്കുകയാണ്, അടിച്ച് കുളിക്കുകയാണ് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ ബോട്ടിൻ്റെ പുറത്തിറങ്ങി നിന്ന് ഇങ്ങനെ പോകുന്നത്. നല്ല എൻജോയ് ചെയ്ത് എല്ലാവരും. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ് കേട്ടോ. വേറെ ഒരുപാട് ബോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി, നമുക്ക് വേണ്ട സമയത്തിന് അവരെല്ലാം സെറ്റാക്കി തരും കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ. അതിനായിട്ട് ഞങ്ങൾക്ക് അത്ര ദൂരവും അല്ല, അതുകൊണ്ട് നല്ല സുഖമായിരുന്നു. പിന്നെ ലത്തിയൊക്കെ ഇതാ അടിപൊളിയായി ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അപ്പൊ ഗായ്സ്, ഇന്നത്തെ യാത്ര അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയിപ്പോ ബസ്സിൽ തിരിച്ചു പോവുക, ഇത്ര തന്നെ ഉള്ളൂ. അപ്പം 2 മണിക്കൂറായിരുന്നു കേട്ടോ ഞങ്ങളെ ബോട്ട് യാത്ര. അങ്ങനെ ബോട്ട് യാത്ര അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ ഇനിയുണ്ട് 2 മിനിറ്റൊക്കെ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അടിപൊളിയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. കസിൻസ് എല്ലാവരും കൂടി നല്ല തകർത്ത് കളിച്ചു ഗായ്സ്. മുതലായി ഗായ്സ്, വൈബേനും മൊത്തം വൈബേനും ഗായ്സ്. നിങ്ങൾ എൻ്റെ റിലേറ്റീവ്സിനെയും കസിൻസിനെയും ഒക്കെ കണ്ടില്ല ഗായ്സ്. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചുവിട്ട് പോകാൻ ഞങ്ങൾ അടിപൊളിയാണ് കേട്ടോ ഗായ്സ്. ഗായ്സ് 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 എന്നെ കുറേ പേര് ട്രോളുന്നുണ്ട് ഗായ്സ്.
ഗായ്സ് ഗായ്സ് ഞാനുണ്ട്. അമ്മ എന്റെ കുഞ്ഞ് ആദ്യമാണിത്. എന്റെ കുഞ്ഞു മക്കളാണിത്. അച്ഛനുണ്ട് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ അണിയാൻ പോകുന്നത്. സങ്കടമൊക്കെ ഉണ്ട് ഗൈസ്. ബോട്ട് യാത്ര തീരുന്നതിന് പക്ഷെ സീനില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അടുത്തത് ബീച്ചും കൂടി ഒന്ന് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. ബീച്ചിലേക്കുള്ള യാത്രയാണ്. ബോട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ എല്ലാവരും. അടുത്ത പ്ലാന് ബീച്ചിൽ പോകാനുള്ള ഒരു പരിപാടി എല്ലാവരും കൂടെ. അവിടെ നിന്ന് കയറി പിന്നെ ബീച്ചിൽ വന്ന് ഇറങ്ങി കേട്ടോ. ഇനി എല്ലാവരും ബീച്ച് ആസ്വദിക്കാനുള്ള അവസ്ഥയിലാണ്. സീൻച, നസ്രി, സഫീർ അമ്മായി, അസ്രപ്പടി എല്ലാവരും നല്ല ആസ്വദിക്കുകയാണ്. ഇൻഷിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അന്നത്തെ ദിവസം. എനർജി കുറച്ച് കുറയോ നോക്കിയാ ഒരു കടി ട്രിപ്പ് വേണോ? പിന്നെ ഷെറൂൻ്റെ മക്കൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആട്ടോ. ഫുള്ളും എൻജോയ് ഇല്ല. നനയണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. വെള്ളത്തിലൊക്കെ ഇറങ്ങി കൊളാക്കിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. കുട്ടികൾ ഫുൾ എൻജോയ് ആണ്. വലിയവരൊക്കെ ക്ഷീണിച്ച് അവസരമായിട്ടുണ്ട്. എല്ലാവരും മനസ്സുകൊണ്ട് വളരെ സന്തോഷത്തിലാണ്. ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ വീഡിയോ വല്ലാതെ ലെങ്ത് ആയി പോണ്. അതുകൊണ്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ ഗായ്സ്, കളിയും ചിരിയും തമാശകളും ഒക്കെ ആയിട്ട് നല്ലൊരു ജേർണി ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ തീരുമാനിച്ച് നെക്സ്റ്റ് എപ്പോഴാണ് ഇനി നമുക്ക് ഇങ്ങനെ ഒരു അടിപൊളി ടൂറ് പോകാമെന്നൊക്കെ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് തിരിച്ച് വന്ന് എല്ലാവരും അവരവരെ വഴിക്ക് പോയി കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുന്നു.